PV അൻവറിന് പോലും സത്യത്തിൽ അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഈ LDF വിട്ടത്. പിന്നെ DMK ഉണ്ടാക്കാൻ നോക്കി, അത് പാളിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരാൻ നോക്കി, അതും അത്ര ഫലവത്തായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടികളുമായിട്ട് അദ്ദേഹം സജീവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇത്തരത്തിൽ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ളൊരു സമ്മേളനം, ജില്ലാ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലൊക്കെ സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി. പക്ഷേ വാസ്തവത്തിൽ PV അൻവർ പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തി തർക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനിഷ്ടത്തിൻ്റെ പേരിൽ ആ മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. പിന്നീട് UDF കയറാനായിട്ടൊരു ശ്രമം നടത്തി നോക്കി. അവിടെ VD സതീശൻ്റെ ചില നിലപാടുകൾ അല്ലെങ്കിൽ അൻവറിനെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ UDF കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള പൊതു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് UDF അൻവറിന് കൈകൊടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അൻവർ തന്നെ മെനക്കെട്ടിറങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിൽ UDF കോൺഗ്രസ്സിലോ തനിക്കൊരു ഇടം വേണം. അത് അൻവറിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവൻ നിലനിർത്താൻ അൻവറിന് അത്യാവശ്യമാണ്. ആ തിരിച്ചറിവ് അൻവറിനുണ്ട്. അപ്പോൾ ഇതിന് കോൺഗ്രസോ UDF നിന്ന് കൊടുക്കുമോ? അതായത് പ്രേമ ആദ്യം പറഞ്ഞതിലേക്ക് നമുക്കെന്ത് ജസ്റ്റ് പോകാം. അതായത് പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ. എന്ന് മുതൽ P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നു, അന്ന് മുതലാണ് PV അൻവർ മുഖ്യമന്ത്രിയുമായി അകലുന്നതിൻ്റെ കാരണമായി വരും. അതിന് ഈ സഖാക്കൾ പറയുന്ന മറ്റൊരു ന്യായീകരണം, നമ്മുടെ രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസ് അതേപോലുള്ള ചില സ്വർണ്ണ കടത്ത് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കിയപ്പോഴാണ് അൻവറിന് ഹാലിളകിയതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ വാസ്തവം അറിയില്ല. പക്ഷേ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അന്ന് പിന്നെ ലോ ആൻഡ് ഓർഡർ നോക്കിയിരുന്ന ADGP അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ കൂട്ട് കച്ചവടമായിരുന്നു. ആ കൂട്ട് കച്ചവടത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇവർ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ 2 ആൺമക്കൾ എന്ന രീതിയിലാണ് PV അൻവറും ഈ പറയുന്ന രീതിയിൽ ADGP അജിത് കുമാറും പൊയ്ക്കൊണ്ടിരുന്നത്. രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് സേഫ് സോണായിട്ട് രണ്ടുപേരും അങ്ങനെയാണ് പോയത്. അപ്പോഴേക്കാണ് ശശി വരുന്നത്. അപ്പോൾ ശശിക്ക് രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മാറ്റി നിർത്താൻ പറ്റുന്നതും ഒരു സ്വതന്ത്ര CPM MLA എന്ന രീതിയിൽ അൻവറിനെ മാറ്റി നിർത്തിയുള്ള കളി ശശി വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്നെ ഒരു ഇതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുന്നു, തന്നെ പല കളികളിൽ നിന്നും ഒഴിവാക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കളികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. കാര്യം ശശിക്ക് അജിത് കുമാറിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാര്യം അത്രയും ബന്ധം മുഖ്യമന്ത്രിയും അജിത് കുമാറും തമ്മിലുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അൻവറിന് ആ കൂട്ടുകെട്ടിനെതിരെ അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതൊക്കെ തെറ്റായിപ്പോയി. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ തൊട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തികളായിരുന്നു. അദ്ദേഹം പാർട്ടിക്കകത്ത് ഹോൾഡുള്ള ഒരാളും അതിനു പുറമെ പാർലമെൻ്ററി തലത്തിലൊരു മുഖ്യമന്ത്രി കൂടെയാണ്. താൻ അച്ഛനെ പോലെ കാണുന്നു എന്നൊക്കെ അദ്ദേഹം അന്ന് അദ്ദേഹം വളരെ ഒരു മാസമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് നടത്തിയത്. പക്ഷെ അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു മുറിവുകളല്ല. ആ മുറിവൊക്കെ വലിയ മുറിവാണ്. പ്രത്യേകിച്ച് പിണറായിക്കെതിരെ പറയുമ്പോൾ ഒന്ന് പിണറായി നോട്ട് ചെയ്യും, 2 CPM എന്ന് പറയുന്ന കേരളത്തിലൊരു വലിയ സംഘടനയാണ്, അവർ നോട്ട് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം UDF പോകാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നൊരു മുന്നണി പ്രവേശനം അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിന് VD സതീശൻ കാരണമായതെന്ന് വെച്ചാൽ VD സതീശൻ എടുത്ത സ്റ്റാൻഡ് ആ സമയത്ത് ഒരു വേള അദ്ദേഹത്തിന് നല്ലതായിട്ട് തോന്നിയത് മാത്രമല്ല ഒരു CPM സ്റ്റാൻഡ് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ CPM എന്ന് അല്ലെങ്കിൽ LDF എന്ന് ഒരാളെ ചീത്ത വിളിച്ചിട്ട് പെട്ടെന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ മുന്നണി പ്രവേശം കൊടുക്കും? അത് കൊടുക്കില്ല. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത്തരം നിബന്ധനകളൊക്കെ പാലിക്കാതെ ഒരിക്കലും അൻവറിനെ ഇന്ന് മുന്നണിയിൽ എടുക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോട്ടെ പാലക്കാട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം നെറുകെട്ട കളികളെല്ലാം കളിച്ചത്. കാര്യം പകരം സ്ഥാനാർത്ഥിയെ നിർത്തി പിൻവലിക്കുന്നു, പിന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനുമാണല്ലോ. അങ്ങനെ വന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കി നിർത്തിയിരുന്നതിനൊരു മാറ്റം വരും. ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ്റെ കീഴിൽ ബാക്കി അധ്യാപകരെല്ലാം പറഞ്ഞിരുന്നു നമുക്ക് എടുക്കണം എന്ന് അധ്യാപകരായ മുരളീധരനും അധ്യാപകരായിട്ടുള്ള എല്ലാവരും പറഞ്ഞു. KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് പിന്നെ വരെ പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തിനെ എടുക്കണമെന്ന്. അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്തിട്ട് അൻവറിനെ വിളിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ. ഇപ്പോൾ ഏതായാലും അസോസിയേറ്റ് ആയിട്ട് അദ്ദേഹത്തിനെ നിർത്താനുള്ള ചില നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയും. നിലമ്പൂർ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അവർക്ക് മനസ്സിലായി അൻവറിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനാണ്. തദ്ദേശ ഇലക്ഷനിൽ അൻവറിന് മലപ്പുറത്തൊക്കെ നല്ല ഹോൾഡുണ്ട്. പല ജില്ലകളിലും ഈ മലബാർ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെതായ ചില സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയാൽ കോൺഗ്രസ് കിട്ടാനുള്ള വോട്ടും
കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടാനുള്ള വോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫലത്തിൽ ജയിക്കുന്നത് LDF ആയിരിക്കും. അതെ. അപ്പോൾ അത് അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥി, UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി, CPMന്റെ സ്ഥാനാർത്ഥി, പഞ്ചായത്തിലാകെ വോട്ട് 10,000 പോലും കാണില്ല, അല്ലെങ്കിൽ വോട്ട് 20,000 വോട്ട്, ഒരു പഞ്ചായത്തിൽ എത്ര വോട്ട് കാണും, അല്ലെങ്കിൽ ഒരു കൗൺസിലിൽ എത്ര വോട്ട് കാണും, അത് 7 ഈറായി പോയാൽ ആര് ജയിക്കാനായിട്ട്? അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാക്ടിക്കലി ഇതിനൊരു അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും കോൺഗ്രസ് ഇവരെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കോട്ടയംകാരനായ ഒരു പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് ഈ സജി മഞ്ഞക്കടമ്പനുമായി ഇന്നലെ എറണാകുളത്തുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബറിൽ പകുതിക്ക് മുമ്പ് തന്നെ ഈ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാകും. കാര്യം എന്ന് വെച്ചാൽ ഏത് മുന്നണിയിലും ഒരു ഘടകകക്ഷി അങ്ങനെ പെട്ടെന്ന് കയറി കൊണ്ടുവരത്തില്ല. ഇപ്പം TPയുടെ ഭാര്യയുടെ പാർട്ടി RMB അത് തന്നെ അസോസിയേറ്റ് ആയിട്ട് അവർ നിന്നതാണ്. ഇപ്പോഴാണ് അവർ മുന്നണിയുടെ ഘടകമായിട്ട് വന്നിരിക്കുന്നത്, ഘടകകക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. അത് രമയ്ക്ക് അതിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അതിൽ ഒരു സജീവമായി ഇതിൽ ഇടപെടാൻ താല്പര്യമില്ലാന്ന മട്ടിലായിരുന്നല്ലോ. അതെ, ഇവരും അങ്ങനെ തന്നെ സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു വേള ഇവർ UDF വരണമെങ്കിൽ രമയെ ചിലപ്പോൾ മന്ത്രിയൊക്കെ ആക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു വകുപ്പൊക്കെ രമയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അസോസിയേറ്റ് ആയിട്ട് PV അൻവറിനെ കൊണ്ടുവരും. PV അൻവറിനെ കൊണ്ടുവന്നാൽ അത് UDFിൻ്റെ നേട്ടം തന്നെയായിരിക്കും. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ ഈ മനുഷ്യന് മറവി വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആരോപണങ്ങളിൽ ഒരുപാട് വെടികൾ ചിലപ്പോൾ പൊട്ടിക്കാനായിട്ട് അൻവറിന് കഴിഞ്ഞേക്കും. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് വെടി പൊട്ടിക്കും തോറും അൻവറിന് പേടിയുണ്ട്. കാര്യം അൻവറിൻ്റെ പല കാര്യങ്ങളും സർക്കാരിൻ്റെ പിടിയിലിരിക്കുന്ന പല. പക്ഷേ ഈ KK രമയ്ക്ക് പറയാനൊരു RMB എന്ന് പറയുന്ന പാർട്ടിയുണ്ട് മലബാറിൽ, അത്യാവശ്യം ജനസ്വാധീനമുള്ള പാർട്ടിയാണ്. വടകരയിൽ അത്യാവശ്യം നല്ല ജനസ്വാധീനമുള്ള പാർട്ടിയാണ്. പക്ഷേ ആ ഒരു സംഗതി അൻവറിൻ്റെ കയ്യിലില്ലല്ലോ. അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് പറയാനൊരു പാർട്ടിയില്ല, ഒരു നേതൃത്വമില്ല, ഒന്നുമില്ല. കുറച്ച് സമ്പത്തുണ്ട് കയ്യിൽ, അതുകൊണ്ട് മാത്രം കാര്യം നടക്കുമോ? അല്ല, ഇതിനകത്ത് പ്രേമം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അൻവർ തുടക്കത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. ബിഗ് ശൂന്യതയിൽ നിന്ന് തന്നെയാണ്, ഒരു ഒന്നുമില്ലായ്മയിൽ തന്നെയാണ് അൻവർ. ഇതിനിടയ്ക്ക് ഇപ്പോഴത്തെ മത്സരം മാത്രമല്ല, അങ്ങനെ എത്രയോ തവണ, അതായത് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന ആൾ വയനാട് വരെ മത്സരിച്ച ആളാണ് ലോക്സഭയിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ കാശ് ഇറക്കി അദ്ദേഹം പലയിടത്തും മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പിൻബലമല്ല, അദ്ദേഹത്തിന് ജനസമ്മതിയാണുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്ക് 25,000-ലധികം വോട്ട് അദ്ദേഹം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമല്ലേ. കാര്യം ഇവിടെ ഈ പറയുന്ന ഷൗക്കത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഈ വോട്ടിൻ്റെ ഒരു പകുതിയെങ്കിലും ഷൗക്കത്തിന് കിട്ടൂലായിരുന്നു. ഷൗക്കത്തിന് ഇപ്പോൾ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്? അപ്പോൾ 10,000-നടുത്ത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം പ്രേം പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധമല്ല അദ്ദേഹത്തിനുള്ളത്. പൊളിറ്റിക്കലി ഇപ്പം അദ്ദേഹം പറഞ്ഞ ബേപ്പൂർ ഞാൻ നിയമസഭയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പിന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബേപ്പൂർ മുഖ്യമന്ത്രിയുടെ മരുമോനാണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പം മുസ്ലിം കോട്ടയിൽ CPMന്റെ പാർട്ടി മെമ്പർമാരല്ലാതെ ആഭിമുഖ്യമുള്ള ആൾക്കാരുണ്ട്, അഭ്യുതകാംക്ഷികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി വോട്ട് ചെയ്താലോ, ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവിടേക്ക് ഒരു ചുരുങ്ങിയ സ്ഥലമല്ലേ. അവിടെ അൻവർ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാവും. അതിന് അൻവറിന് കഴിയും. പക്ഷെ അൻവർ പേടിക്കണം. കാര്യം ഒരു വേള ഭരണത്തിൽ കൂടെ ഇവർ വീണ്ടും വന്നു കഴിഞ്ഞാൽ അൻവറിനെ പൂട്ടാനുള്ള പരിപാടിയൊക്കെ അവർ ചെയ്യും. കാര്യം ശശിയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനായിട്ട് പിണറായിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊടുക്കുക. ചിലപ്പം ഭരണത്തിൽ ചിലപ്പോൾ അടുത്ത തവണ ശശിക്ക് വരെ സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ശശിക്ക് വരെയെന്നല്ല, കണ്ണൂർ ശശിക്ക് സീറ്റ് ഉണ്ടാവും. അതിന് അത്ര കണ്ട് അദ്ദേഹം വലിയ ആളായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ അൻവറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. അൻവറിനെ കൂടെ നിർത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് വെളിയിലായിരുന്നു അൻവറെങ്കിൽ ക്ലാസ്സിലേക്ക് കയറ്റാനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. ഹെഡ് മാസ്റ്റർ അനുവാദം കൊടുക്കും, അധ്യാപകർ സഹകരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം.